കോഴിക്കോട് കുതിരവട്ടം ഗണപത് AUP സ്കൂൾ അടച്ചുപൂട്ടുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കാത്തത് സാധാരണക്കാരോടുള്ള വഞ്ചനയെന്ന് BJP. മുൻപ് മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടാൻ ഒരുങ്ങിയപ്പോൾ സമരരംഗത്തുണ്ടായിരുന്ന CPM ഇപ്പോൾ എന്താണ് സമരം ചെയ്യാത്തതെന്നും BJP ചോദിച്ചു. 138 വർഷത്തെ പാരമ്പര്യമുള്ള സ്കൂളാണ് കോഴിക്കോട്ടെ കുതിരവട്ടം ഗണപത് AUP സ്കൂൾ. അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുമ്പോൾ കടുത്ത പ്രതിഷേധമുയർത്തി BJPയും ദേശീയ അധ്യാപക പരിഷത്തും രംഗത്തുണ്ട്. സ്കൂൾ അടച്ചുപൂട്ടുന്നത് സ്കൂൾ ഇരിക്കുന്ന സ്ഥലത്തെ വാണിജ്യ സാധ്യത മുന്നിൽ കണ്ടാണെന്നാണ് ആരോപണം. മാനേജ്മെന്റിന്റെ താൽപര്യങ്ങൾക്ക് സർക്കാർ ഒത്താശ ചെയ്യുകയാണെന്നും വിമർശനമുയർന്നു കഴിഞ്ഞു. അതല്ലെങ്കിൽ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടി എന്തുകൊണ്ടാണ് സർക്കാർ സ്വീകരിക്കാത്തതെന്ന് BJP ചോദിക്കുന്നു. മുൻപ് കോഴിക്കോട് ജില്ലയിലെ തന്നെ മലാപ്പറമ്പ് AUP സ്കൂൾ അടച്ചുപൂട്ടാനൊരുങ്ങിയപ്പോൾ സെന്റിന് ലക്ഷങ്ങൾ നൽകി സർക്കാർ ഏറ്റെടുത്തിരുന്നു. ഗണപത് സ്കൂളിന്റെ കാര്യത്തിൽ അതെന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്നും ചോദ്യമുയരുന്നുണ്ട്. കുതിരവട്ടം പപ്പു അടക്കമുള്ള നിരവധി ആളുകൾ പഠിച്ചിട്ടുള്ള സ്കൂൾ അടച്ചുപൂട്ടാനുള്ള ഇടതുപക്ഷ വഞ്ചനയ്ക്കെതിരെയാണ് ഇന്ന് ഇത്തരത്തിലൊരു സത്യാഗ്രഹ സമരം നടക്കുന്നത്. ഈ സ്കൂൾ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. അന്ന് 16 ലക്ഷം രൂപ സെന്റിന് കൊടുത്തുകൊണ്ട് ആ സ്കൂൾ സർക്കാർ ഏറ്റെടുത്തു. സമാനമായ രീതിയിൽ ഈ സ്കൂളും സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുവാനുള്ള ഒരു നയം രൂപീകരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. മലാപ്പറമ്പ് സ്കൂൾ പൂട്ടാറൊരുങ്ങിയപ്പോൾ സ്കൂൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൽ CPMും സജീവമായിരുന്നു. അന്നത്തെ MLA ആയിരുന്ന പ്രദീപ് കുമാർ ആയിരുന്നു സർക്കാരിനെ കൊണ്ട് സ്കൂൾ ഏറ്റെടുപ്പിക്കാൻ മുന്നിൽ നിന്നത്. എന്നാൽ ഗണപത് സ്കൂൾ അടച്ചുപൂട്ടുമ്പോൾ ഇവരാരും പ്രതികരിക്കുന്നില്ല. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അടിസ്ഥാന സൗകര്യത്തിൽ ഉൾപ്പെടെ പരിമിതികൾ അനുഭവിക്കുകയായിരുന്ന കുതിരവട്ടം ഗണപത് AUP സ്കൂളിനെ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നുവെന്നും ആരോപണമുണ്ട്. ജനം, കോഴിക്കോട്.